ഗയ്സ് ഇത്രയും ഊമ്പിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഗയ്സ്. എന്ത് പൊട്ട കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതെന്ന് ഒരു പിടിയില്ല ഗയ്സ്. പരട്ട ഒരു കോച്ചും ഉണ്ട്, ഒരു മരങ്ങോടൻ കോച്ചും ഉണ്ട്. ആ കോച്ചിനെ ദൂരെ കളയണം ഗയ്സ്. എനിക്കതേ പറയാനുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് കളിയെ പറ്റി കുറച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഒരു ആവശ്യമില്ല, എന്നാലും ഒരു സമാധാനത്തിന് ചെയ്യുന്ന വീഡിയോ ആണ്. ചിലപ്പോൾ ഇതായിരിക്കും അവസാന വീഡിയോ. ഇനി ഒരു കളി ജയിക്കുമ്പോഴല്ലാതെ ഒരു വീഡിയോ ഇടാൻ എനിക്ക് വയ്യ ഗയ്സ്. കാരണം അത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് ഞാൻ, അത്രയ്ക്കും വിഷമമാണ് എനിക്ക്. കാരണം അത്രയും പൊട്ട തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവരിച്ചിരിക്കുന്നത്. വെറുതെ 2 അസിസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അസിസ്റ്റ് കൊടുക്കുന്നു, പഞ്ചാബ് എഫ് സി ഗോൾ അടിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലബിന് ഉള്ള, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ക്ലബിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കണം. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയെ പറ്റി സംസാരിക്കാം. കളി വളരെ മോശമായിരുന്നു. ഫുട്ബോൾ തന്നെയാണോ കളിക്കുന്നതെന്ന് തന്നെ സംശയമായിരുന്നു. അത്രയ്ക്ക് പരട്ട പൊട്ട കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ചത്. അതിലൊരു സംശയം വേണ്ട. ഒരു പ്ലാനിങ് ഇല്ല, അതാണ് ആദ്യത്തെ പ്രശ്നം. ഒരു പ്ലാനിങ് ഇല്ലാതെ വെറുതെ എന്തിനോ വേണ്ടി കളിച്ച് തീർക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളി പോലെയായിരുന്നു. അവസാനം നമ്മുടെ ഫോളോ ഇന്ത്യ അടിച്ച ഒറ്റ ഗോളാണ് വെറും ഒരു സമാധാനമായിട്ടുള്ളത്. ഒരു ക്ലീൻ ഷീറ്റ് വിജയം പഞ്ചാബിന് കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സമാധാനമായിട്ടുള്ള കാര്യമായിട്ട്. ബാക്കിയെല്ലാം മൊത്തത്തിൽ നെഗറ്റീവായിരുന്നു കളി. നമ്മളെല്ലാവരും ഫസ്റ്റ് വിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് വിന്നും ഒന്നുമില്ല. 5ാമത്തെ തോൽവിയാണ് കിട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്. വമ്പൻ തോൽവി. 3-1 സുഖമായി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്ന് തന്നെ പറയാം. പിന്നെ പറയാൻ നമ്മുടെ മാർലോൺ റൂസ് ട്രിജിലിക്ക് റെഡ് കാർഡ് കിട്ടി. അത് കിട്ടാനുള്ളത് തന്നെയാണ്. കുറച്ച് 1-2 കളികളിൽ ഇനി പുറത്തായിരിക്കും, അതവിടെ ഇരിക്കട്ടെ. വെറുതെ കുറേ ആവശ്യമില്ലാത്ത സബ്സ്റ്റിറ്റ്യൂഷൻസും എല്ലാം കൂടെയാണ് കോച്ച് ചെയ്യുന്നത്. എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കോച്ചിനെ മാറ്റാനുള്ള വഴികൾ മാനേജ്മെൻറ്റ് നോക്കണമെന്ന് എനിക്ക് വീഡിയോ പറയാനുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ആരും കാണില്ല, എന്നാലും നമുക്ക് കുറച്ച് ആൾക്കാരായിട്ടെങ്കിലും ഷെയർ ചെയ്യാമല്ലോ നമ്മളെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വീഡിയോ എങ്കിലും ഇടുന്നത്. സോ അതാണ് കാര്യം. പിന്നെ കളിയെപ്പറ്റി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അത്ര മോശപ്പെട്ട കളി. നമുക്കിനി കൂടുതൽ അതിനെപ്പറ്റി വിലയിരുത്താനൊന്നുമില്ല. ഇനി ഗോവയിലൂടെയും അതുപോലെ തന്നെ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിലൂടെയൊക്കെയാണ് ഇനിയും കളികളൊക്കെ വരുന്നത്. എന്തായാലും ഗോവയിലൂടെയൊക്കെ ഉറപ്പായി തോക്കും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൂടെ തോക്കും. ഒന്നും ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ആകെ ജയിക്കാൻ പറ്റുന്നൊരു കളി മുഹമ്മദാൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. അതും മിക്കവാറും തോക്കും ഇങ്ങനെ പോയാൽ. അപ്പോൾ സുഖമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലോട്ട് റെലഗേറ്റ് ആയി പോവാം. പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ക്ലബ്ബ് ISL ഇല്ലാതാവും, IPL ഇല്ലാതാവും. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഭാവി എന്താവുന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ ഇനിയും ജയിക്കാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. 1-2 കളിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ജയിക്കാം. പക്ഷേ കോച്ചിനെ മാറ്റണം. അത് ഉറപ്പായി മാറ്റിയിരിക്കണം. മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഒരു ചൂട് മാനേജ്മെൻറ്റ് കാണിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ തോൽവിക്ക്. കാരണം അവർ തന്നെയാണ്, കോച്ച് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പ്ലെയേഴ്സിന് ആ ഒരു സൗകര്യം കൊടുക്കാതെ, ആ ഒരു കോച്ചിങ് കിട്ടാതെ അവർ എന്ത് ചെയ്യാനാണെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് കോച്ചിനെ ഉറപ്പായി മാറ്റണം. അതിൽ മാനേജ്മെൻറ്റ് ഇടപെടുക തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്ര ഈ വീഡിയോ പറയാനുള്ളൂ. നമ്മളെന്തായാലും ഇനി ഒരു ജയം വരാതെ ഒരു വീഡിയോ ഇടില്ല, ഉറപ്പാണ്. നമ്മൾ ഇനി ഒരു വീഡിയോ ഇടാൻ പോകുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഗീവ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മുടെ ഷോർട്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഒക്കെ ഇടാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഫുള്ള് കാലിയാണ് കമൻറ്റ് ബോക്സ് നമ്മളെ വീഡിയോയിൽ. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. ദിസ് അഭിനവ് സൈനിങ് ഓഫ്.